വെൽക്കം ടു ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് നമ്മുടെ ലിവറേജ് ആണ്. അപ്പൊ ലിവറേജ് എന്താണ്, ഫിനാൻഷ്യൽ ലിവറേജ് എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണ്. ഫിനാൻഷ്യൽ ലിവറേജ് നമ്മൾ പറഞ്ഞു എന്താണ്, ക്യാപിറ്റൽ സ്ട്രക്ചറില് ഫിക്സഡ് ചാർജസ് ബിയറിംഗ് സെക്യൂരിറ്റീസ് യൂസ് ചെയ്താലാണ് നമുക്ക് ഫിനാൻഷ്യൽ ലിവറേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതും അതുവഴി വിത്തൗട്ട് ഇൻക്രീസിങ് ഇൻകം വി ക്യാൻ എൻഹാൻസ് ദ EPS എന്ന് പറഞ്ഞു. ഇനി ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റിനകത്ത് ഫിക്സഡ് കോസ്റ്റ് ഉപയോഗിക്കാനുള്ള കപ്പാസിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇസ് ദ എബിലിറ്റി ഓഫ് ആൻ ഓർഗനൈസേഷൻ ടു യൂസ് ഫിക്സഡ് അസറ്റ്സ് ഇൻ പ്രൊഡക്ഷൻ ആണ്. അപ്പൊ പ്രൊഡക്ഷനകത്ത് ഫിക്സഡ് കോസ്റ്റ്, ഫിക്സഡ് അസറ്റ് യൂസ് ചെയ്യാനുള്ള ഒരു ഓർഗനൈസേഷന്റെ കപ്പാസിറ്റി ആണ് എന്ത് പറയുന്നത്, ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറഞ്ഞു. എന്തിനാണ് അവർ ആ ഫിക്സഡ് അസറ്റ് ഉപയോഗിക്കുന്നത്? ഫിക്സഡ് അസറ്റിന് എപ്പോഴും എന്താണുള്ളത്, ഫിക്സഡ് ചാർജസ്, അതായത് ഡിപ്രീസിയേഷൻ ആണുള്ളത്. അപ്പൊ നമുക്ക് ആ ഫിക്സഡ് അസറ്റ് ഉപയോഗിച്ചിട്ട് നമ്മുടെ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം മാഗ്നിഫൈ ചെയ്യാനുള്ള കപ്പാസിറ്റിനെയാണ് എന്ത് പറയുന്നത്, ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുന്നത്. കാര്യം എന്താന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ സെയിൽസ് ആണ് റവന്യൂ, അതായത് സെയിൽസ് ചേഞ്ച് ചെയ്ത് എന്താണ്, റവന്യൂവും ചേഞ്ച് ചെയ്യും. അപ്പൊ നമ്മുടെ വാരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെയിൽസിനനുസരിച്ച് വാരി ചെയ്യുന്ന കോസ്റ്റ് ആണ്. പക്ഷെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെയിൽ ചേഞ്ച് ആവുന്നതിനനുസരിച്ച് ഫിക്സഡ് കോസ്റ്റ് ചേഞ്ച് ഇല്ല. സെയിൽ 0 ആണെങ്കിലും 1000 ആണെങ്കിലും 10000 ആണെങ്കിലും ഫിക്സഡ് കോസ്റ്റ് എന്താണ്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഓൾവേസ് റിമൈൻ ദ സെയിം ആണ്. അപ്പൊ നമ്മള് ഫിക്സഡ് കോസ്റ്റ് ഉപയോഗിച്ചിട്ട് എന്താണ്, ഓപ്പറേറ്റിംഗ് ഇൻകം എന്താണ് മാഗ്നിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുന്നത്. അതായത് എബിലിറ്റി ഓഫ് എ ഫേം ടു യൂസ് ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ടു ഇൻക്രീസ് ദ എഫക്ട് ഓഫ് ചേഞ്ച് ഇൻ സെയിൽസ് ആൻഡ് ദ ചാർജ് ഇൻ ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആണ്. അതായത് നമ്മുടെ ഓപ്പറേറ്റിംഗ് ഇൻകം എൻഹാൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി വിത്ത് ദ യൂസ് ഓഫ് ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, അതായത് വിത്ത് ദ യൂസ് ഓഫ് ഫിക്സഡ് അസറ്റ് ഇൻ പ്രൊഡക്ഷൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ 2 തരം ലിവറേജ് പറഞ്ഞു, ഓപ്പറേറ്റിംഗ് ലിവറേജ് പറഞ്ഞു, ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞു. ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൊഡക്ഷനിൽ നിന്നുണ്ടാകുന്ന ഇൻകത്തിനെയാണ് അത് എഫക്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ പ്രൊഡക്ഷനിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ഇൻകത്തിനെയാണ് അത് എഫക്ട് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫിനാൻഷ്യൽ ഡിസിഷന്റെ റിസൾട്ട് ആണ്. അതായത് എന്താണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വ്യത്യാസം വിത്ത് യൂസ് ഓഫ് ഫിക്സഡ് കോസ്റ്റ് ബിയറിംഗ് അസറ്റ് ആണ്. സോ എന്താണ് ഈ ലിവറേജ് എന്ന് പറയുന്നത്, ടോട്ടൽ ലിവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും, ഇതിന്റെ രണ്ടിന്റെയും കൂടിയിട്ടുള്ള ഒരു എഫക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കമ്പൈൻഡ് ലിവറേജ് എന്ന് പറയുന്നത്. അതായത് സെയിലിന് കറസ്പോണ്ടിങ് ആയിട്ട് ടാക്സബിൾ ഇൻകത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കമ്പൈൻഡ് ലിവറേജ് എന്ന് പറയുന്നത്. അതായത് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ EPS ആൻഡ് EBIT ആണ്. നമ്മുടെ ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുമ്പോൾ എന്താണ്, കോൺട്രിബ്യൂഷനും EBITയും കോൺട്രിബ്യൂഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. കമ്പൈൻഡ് ലിവറേജ് എന്ന് പറയുമ്പോൾ എന്താണ്, സെയിൽസും ടാക്സബിൾ ഇൻകം തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. ഇതിന്റെ ഫോർമുല നമുക്ക് പഠിക്കാനുണ്ട്, അപ്പൊ കുറച്ചും കൂടി ക്ലിയർ ആവട്ടെ ഈ കോൺസെപ്റ്റ്. അപ്പൊ നമ്മുടെ ഈ ഫിനാൻഷ്യൽ ലിവറേജും ഓപ്പറേറ്റിംഗ് ലിവറേജും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വ്യത്യാസമല്ലേ ഉണ്ട്. ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ഫേം ടു യൂസ് ഫിക്സഡ് കോസ്റ്റ് ബിയറിംഗ് capital in capital structure of the organization. Operating leverage എന്ന് പറഞ്ഞാൽ എന്താണ്, it is the ability of firm to use fixed operating cost to enhance the operating income.
ഇനി ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞ എന്താണ്, അത് എപ്പോഴും എന്താണ്, ക്യാപിറ്റൽ സ്ട്രക്ചർ റിലേറ്റഡ് ആണ്, അതായത് ലൈബിലിറ്റി സൈഡ് ഓഫ് ദ അസറ്റ് ആണ്. മറ്റേത് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറഞ്ഞതാണ് അസറ്റ് റിലേറ്റഡ് ആണ്, അപ്പൊ അത് അസറ്റ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡ് ആണ് വരുന്നത്. ഇനി ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞ എന്താണ്, ചേഞ്ച് ഇൻ EPS വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ്. ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറഞ്ഞ എന്താണ്, ചേഞ്ച് ഇൻ ഓപ്പറേറ്റിംഗ് ഇൻകം ഡ്യൂ ടു ചേഞ്ച് ഇൻ സെയിൽസ് ആണ്. ഇതാണ് തമ്മിലുള്ള ഒരു ക്ലിയർ ഡിഫറൻസ്. കമ്പൈൻഡ് ലിവറേജ് എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് ഇൻകം അല്ല, ചേഞ്ച് ഇൻ ടാക്സബിൾ ഇൻകം ഡ്യൂ ടു ചേഞ്ച് ഇൻ സെയിൽസ് ആണ്. ഇത് രണ്ടിന്റെയും കൂടി ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ രണ്ടിന്റെയും കൂടിയുള്ള ടോട്ടൽ എഫക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കമ്പൈൻഡ് ലിവറേജ് എന്ന് പറയുന്നത്. അടുത്ത ക്ലാസ് മുതൽ നമുക്ക് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഫിനാൻഷ്യൽ ലിവറേജിന് ഒരു ഫോർമുലയുണ്ട്, നമ്മുടെ ഓപ്പറേറ്റിംഗ് ലിവറേജിന് ഒരു ഫോർമുലയുണ്ട്, കമ്പൈൻഡ് ലിവറേജിന് ഒരു ഫോർമുലയുണ്ട്. താങ്ക് യു.